Hi, hello, good evening all. Welcome to India's first animated live tuition. Hi everyone. Hi, hello. Turn on your camera. Quick. Hi, Suryanath. Hi, Suryanand എന്നാണോ സൂര്യനാഥ് എന്നാണോ കൺഫ്യൂഷൻ ആയല്ലോ. ഫോൺ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് എവ്രിവൺ. എഡ്നാൻ, റാഫി, നിവിൻ, ക്ലാര അല്ല എഡ്ന, ക്ലാര, ജോൺ. വെരി ഗുഡ്. സൂര്യനാഥ്. കറക്റ്റ്. സൂര്യനാഥ്. Correct, right? Suryanth, show me a thumbs up. Show me a thumbs up to the camera. Hi, Angelina. I can see you. You can put the phone in landscape mode, kutta. Missine full screen il kaanatte. Yes, Angelina. This is how you have to sit in our class. Makkale camera on cheythu venam class il irikkan. So here is your first session, I guess. Kore peride ആദ്യത്തെ സെഷൻ ആയിരിക്കും with 90+. So വന്നത് ഒരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്കാണ്. Okay. How many of you seeing me for the first time or attending the first session? Hi. Joanne. Joanne is so happy. നോക്കമ്മ എൻ്റെ പേര് വിളിക്കുന്നു. Yes, no one wants to turn off the camera. കേട്ടോ. Nivin, Hadi, Muhammad Nihal, Sara, Adhim, everyone turn on the camera. എല്ലാവരും ഫോൺ ഇങ്ങനെ വെച്ചേ. Come on, 5 minutes time മിസ് തരാം. ഫസ്റ്റ് സെഷൻ ആണ്, കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും. സഞ്ജന കുട്ടി, യെസ് സഞ്ജന. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ഭയങ്കരമായ ഡൗട്ട് ആണെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യുക. എങ്ങനെ? റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റേസ് ചെയ്യുക. അപ്പൊ മിസ് വിളിക്കും കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് അൺമ്യൂട്ട് ഓപ്ഷൻ തന്നാല് ഇവിടെ ആകെ ബഹളാവും. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ എന്റെ മക്കൾ ചോദിച്ചാല് മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരും. അങ്ങനെ നമ്മൾ മിണ്ടും. യെസ് സഞ്ജനകുട്ടി, അങ്ങനെയാണ് റിയാക്ഷൻ തരേണ്ടത്. സഞ്ജനകുട്ടി ഈസ് ഗിവിംഗ് മീ എ തംസ് അപ്പ് ത്രൂ ദി റിയാക്ഷൻ. ആ റിയാക്ഷനിൽ ഹാൻഡ് റേസ് ഓപ്ഷനും കാണാം, ഇങ്ങനെ കൈ പൊക്കുന്ന. ഓക്കെ, വെറുതെ ക്യാമറയുടെ മുമ്പിൽ കൈ പൊക്കരുത്, റിയാക്ഷൻസിൽ പോയിട്ട് കൈ പൊക്കണം. ക്ലിയർ എവ്രിവൺ? ഹായ് ആദിദേവ്, ഹായ് റാഫി, ഹായ് നിവിൻ, ഹായ് അസിൻ, ഹായ് ആലാബ്, ഹായ് ഹാദി. പ്ലീസ് ടേൺ ഓൺ ദി ക്യാമറ. മുഖം കണ്ടാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ഓൺലൈൻ ക്ലാസ് ആണ്, എല്ലാ മക്കളും ക്യാമറ ഓൺ ചെയ്തിരിക്കണം. മിസ്സിന് മനസ്സിലാവണം നിങ്ങളുടെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ, എല്ലാം സെറ്റ് ആണോ എന്നൊക്കെ. ഓക്കെ, സോ ഇന്ന് കുറെ പേർക്ക് പാരന്റ്സ് സപ്പോർട്ട് ആയിട്ട് ഇരിപ്പുണ്ട് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. ഇനി അങ്ങോട്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ എന്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. Yeah, so welcome once again. My name is Shweta and I am your basic science teacher. Okay, so ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് ബേസിക് സയൻസ് പഠിപ്പിച്ചു തരുന്നത്. ഐ നോ ദാറ്റ് എൻ്റെ മക്കള് ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണല്ലോ. ടെക്സ്റ്റ് ബുക്കിലെ പേജിലെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ല മിസ് പഠിപ്പിക്കുന്നത്, കോമൺ ആയിട്ട് ഒരു ടോപ്പിക് ആണ് പഠിപ്പിക്കുന്നത്. ക്ലാസ് എങ്ങനെയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ, ഈ മോഡ് ഓക്കെ ആണോ, അതൊക്കെ നിങ്ങൾ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ആരും തുറന്ന് വെക്കണം എന്നില്ല. യു ഗൈസ് നീഡ് ടു ടേക്ക് എ നോട്ട് ബുക്ക് ബട്ട്. ഓക്കെ, എല്ലാം എഴുതണം. നമുക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന് നിർബന്ധമല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പെർട്ടിക്കുലർ പേജ് അല്ല മിസ് എടുക്കുന്നത്, കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുന്നത്. ടോപ്പിക് ഏതാന്നൊക്കെ നമുക്ക് നോക്കാം. എവ്രിവൺ ഷോ മീ എ നോട്ട് ബുക്ക്. കം ഓൺ, ലെറ്റ് മീ സീ. യെസ് അമ്മയെ കുട്ടി, ഫോൺ എങ്ങനെ വെക്കണം? ഫോൺ ഏഞ്ചലീന മിസ് കണ്ടു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട പുത്തൻ ഉടുപ്പിട്ട ബുക്ക് അല്ലേ? ഓക്കെ, മിസ് കണ്ടു കേട്ടാ. എവ്രിവൺ ഫോൺ ഇങ്ങനെ വെക്കാം. അമ്മയെ കുട്ടി അതന്നെ. യെസ്, സഞ്ജന കുട്ടി ഹാൻഡ് റേസ് ചെയ്തിരിക്കുകയാണ്. ഡൗട്ട് ആണോ? എനി ഡൗട്ട്? യു വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ? നത്തിങ്? ട്രൈ ചെയ്തതാണോ ഹാൻഡ് റേസ് ചെയ്ത്? നോ. ഓക്കെ, സഞ്ജന ഇസ് ഷോയിങ് മീ തംസ് ഡൗൺ. വെരി ഗുഡ്. സഞ്ജന കുട്ടിക്ക് ഹാൻഡ് ഡൗൺ ചെയ്യാട്ടോ, അല്ലെങ്കിൽ മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരും. ഓക്കെ, സോ എഡ്ന കുട്ടി എവിടെ? എഡ്ന, ക്ലാര, ജോസഫ്. കസേര മാത്രം മിസ്സിന് കാണുന്നുള്ളൂ, അവിടെ വെച്ചിട്ട് പോയി ആണോ? ദെൻ മുഹമ്മദ് നിഹാൽ, റസാഖ്, അസിൻ, ഹാദി. ഐ എം കോളിംഗ് യു അഗൈൻ ആൻഡ് അഗൈൻ കേട്ടോ. ആദിദേവ്, ആലാബ് ആൻഡ് അസിൻ. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇവിടെ ആരും ഇരിക്കരുത്. വേഗം ക്യാമറ ഓൺ ചെയ്യാൻ മിസ്സിനെ കൊണ്ട് ഒരുപാട് തവണ പറയിപ്പിക്കരുത്. സമയം കളയുന്നില്ല മിസ്. 5 minutes time for interaction is over. Welcome to the basic science
science classes, and what we are going to study about is ഒന്ന് ഗസ് ചെയ്തേ എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്. മിസ്സിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് മിസ് എവിടെ എത്തിയ പോലെ തോന്നുന്നേ? എന്തായിരിക്കും ഇന്നത്തെ ക്ലാസ്സിന്റെ കോമൺ ടോപ്പിക്? എനി ഐഡിയ? ഐ തിങ്ക് നമ്മുടെ ജോആൻ ചിന്തിക്കുകയാണ്. മിസ് ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ആനിമൽസ്. ഇതൊരു കങ്കാരു അല്ലേ മിസ്? ആണോടാ? ആണോ ജോആൻ? ഇസ് ദാറ്റ് എ കങ്കാരു? യെസ്? നോ? യു ക്യാൻ ഷോ മീ. ജോആൻ നോ, ഫോർ ഷുവർ ദിസ് ഇസ് നോട്ട് കങ്കാരു മിസ്. മിസ്സിന് എന്താ ബുദ്ധി ഇല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഏഞ്ചലിൻ ചിന്തിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് plants and vegetables because I can see a tomato here. Ano? Is there a tomato, Angelina? Is that a tomato? Yes? No! Very good. We are going to study about... Very good, Aradhi. Aradhi, you are again. Idente pazhe Aradhi aano? Moonamathe vatto same class aano കാണുന്നേ കൂട്ടാ? So, ആകെ ആരാധി മാത്രമേ comment ചെയ്തിട്ടുള്ളൂ. Others can also use the chat box കേട്ടോ. അപ്പോൾ മിസ് പറഞ്ഞു തരാം. We are going to study about the solar system. Everyone, എഴുതിക്കേ, നോട്ട്ബുക്കിൽ എഴുതിക്കേ, സോളാർ സിസ്റ്റം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പ്ലാനറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയോ പറക്കുന്നുണ്ട്. So we are going to study about the solar system. Okay? So basic science പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. UP സെക്ഷൻ, ഓക്കെ, 5, 6, 7 ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് 5ലും പോകുമ്പോൾ 5ലും ഉണ്ടാവും, 6ൽ പോകുമ്പോൾ 6ലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്കും കഴിഞ്ഞു, ഇനി ഈ ടോപ്പിക് ഉണ്ടാവില്ല. 7ലെത്തുമ്പോൾ വേറൊരു രൂപത്തിൽ 7ലും ഉണ്ടാവും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാ സോളാർ സിസ്റ്റം. കോമൺ ടോപ്പിക്കാ. അതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്തത്, ഇന്ന് അത് തന്നെ പഠിപ്പിക്കാന്ന് വിചാരിച്ചത് കേട്ടോ. That is the thing. Hi Sara, Nishal. Clear? Okay. Rafi Rasak ആണോ? Rafil, Alap, Aditev, Hisham, Azin, Nivin and Hadi. മുഖം കാണാത്ത മിസ്സിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ദിസ് ഇസ് യുവർ തേർഡ് കോൾ ബേസിക്കലി. സ്പീഡ് ആയിക്കോട്ടെ. സോ മിസ് നേരത്തെ പറഞ്ഞു 5ാം ക്ലാസ്സിൽ സ്പേസ് ഐ ലവ് ബേസിക് സയൻസ് എന്ന് സഞ്ജന പറയുന്നുണ്ട്. ഗുഡ്. സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടർ എന്ന പേരിലായിരിക്കും ഈ ടോപ്പിക് പഠിക്കുക. 6ലെത്തുമ്പോൾ മൂൺ ആൻഡ് സ്റ്റാർസ് തീർന്നിട്ടില്ല. 7ലെത്തുമ്പോൾ നമ്മളെ വിടാതെ പിടിക്കും വണ്ടേഴ്സ് ഓഫ് സ്കൈ. മനസ്സിലായോ സോളാർ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്? UP സെക്ഷനിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ? മിസ്സിന് ആദ്യം എന്റെ മക്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഓക്കെ, എല്ലാവരും ക്യാമറ, ഹിഷാം ക്യാമറ ഓൺ ചെയ്ത് ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. ഒരു ടേബിളിൽ പോയിട്ട് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിരുന്നേ മോനെ. ക്യാമറ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ. യെസ്, അസിൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല മോനായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന, ഓഫ് ചെയ്യരുത് കേട്ടോ. അസിൻ ചിരിക്കുക. ഇയ്യാട്ടാ. ലാൻഡ്സ്കേപ്പ് മോഡ് സ്പീഡ് അപ്പ് എവ്രിവൺ. യെസ്, അപ്പൊ മിസ്സിന് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യമായിട്ട് മിസ് ഒരാളോടൊരു കാര്യം ചോദിക്കാൻ പോവാ. എവിടെ എന്റെ സാധനം? ആരായത്? ഹൂ ഇസ് ദിസ്? എന്റെ മക്കൾക്ക് അറിയാം അല്ലെ? സോളാർ സിസ്റ്റം പഠിക്കുമ്പോ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാവും. അത് മാറ്റിയിട്ട് വേണം നമ്മൾ ക്ലാസ് തുടങ്ങാൻ. ആരാ കത്തി ജ്വലിക്കുന്ന ദാറ്റ്? ഹൂ ഇസ് ദാറ്റ്? പറയൂ, ആരാത്? ഹൂ ഇസ് ദാറ്റ്? ഒരാൾക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ജഗന്നാഥൻ അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കാൻ പോവാണ്. ജഗന്നാഥൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, മിസ്സിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റേസ് ചെയ്യണം കേട്ടോ. ഹായ് ജഗന്നാഥൻ. വെരി ഗുഡ് അസിൻ, ഐ ക്യാൻ സീ യുവർ കോമെന്റ്. വെരി ഗുഡ് എഡ്ന, ക്ലാര, ജോസഫ്. കറക്റ്റ് ആൻസർ. ഹായ് ജഗന്നാഥൻ. എവിടാ പോയോ? പറയൂ, ഹൂ ഇസ് ദിസ്? സണ്ണാണോ? ഓക്കെ, ശരി. അങ്ങനെയാണ്. ഇതാരാ? അത് എർത്ത്. ഇതിൽ എവിടെയാ നമ്മൾ ജീവിക്കുന്നേ? ഉറപ്പാ? സണ്ണിന്റെ മുകളിലല്ല? അല്ല മിസ്സേ, ഏർത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏർത്തിന്റെ സർഫസിലാണ് ഇപ്പൊ ജഗന്നാഥൻ ഇരിക്കുന്നത്. ഏർത്തിന്റെ സർഫസിലാണ് എന്റെ മക്കൾ എല്ലാവരും ഇപ്പൊ ജീവിക്കുന്നത് അല്ലെ? We know that Earth is the planet where we all living. Correct? Everyone knows, right? Show me a double dancing thumbs up.
വിചാരിക്കുന്നുണ്ട് മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, കുഞ്ഞു ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്നയാ. യെസ് ഐ നോ ദാറ്റ്, ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. മിസ്സിനൊരു സംശയം, ഓക്കെ, മിസ്സിനൊരു സംശയം, ഭയങ്കരമായിട്ടുള്ള സംശയം. എന്താ വെച്ചാല് സൂര്യന് ചുറ്റും, അതായത് സണ്ണിന് ചുറ്റും എർത്ത് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, എർത്തിന് ചുറ്റും സൺ ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ആരാധ്യ പറയൂ. എവ്രിവൺ ഷുഡ് കമന്റ്. സണ്ണിന് ചുറ്റും എർത്ത് ആണോ, എർത്തിന് ചുറ്റും സൺ ആണോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഉറപ്പാ, ഒരാള് നിൽക്കുക, ഒരാള് ചുറ്റും കറങ്ങുന്നുണ്ട്, സ്വയവും കറങ്ങുന്നുണ്ട്. ഇത് ആരൊക്കെയാ? ആർക്കാ ഉത്തരം പറയണ്ടേ? ഹു വാണ്ട്സ് ടു? ജഗന്നാഥിനൊരു അവസരം ഇപ്പൊ മിസ് തന്നതേ ഉള്ളൂ കേട്ടോ, കേട്ടോ? ഓക്കെ, സോ വേഗം പറഞ്ഞോ. ഹു വാണ്ട്സ് ടു സേ ദി ആൻസർ? സൂര്യനാഥിന് പറയണമെന്നുണ്ട്, എന്നാ ചെറിയൊരു നാണമുണ്ട്. ആണോ സൂര്യനാഥേ? സൂര്യനാഥ്. മുഹമ്മദ് നിഹാൽ ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഇരിക്കണേ മോനെ, ഓഫ് ആക്കിയിട്ട് പോവരുത് കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, റോനാക് യു ആർ അഗെയിൻ. ഓക്കെ, സോ സൂര്യനാഥിന് അവസരം കൊടുക്കാം. മോനെ ഹിഷാമേ ക്യാമറ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചടാ. ഹിഷാമേ ലാൻഡ്സ്കേപ്പ് മോഡ്. ഓക്കെ, സൂര്യനാഥ് പറഞ്ഞു. ആർക്ക് ചുറ്റും ആരാ കറങ്ങുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? മിസ്സിന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? പറഞ്ഞു. ആർക്ക് ചുറ്റും ആരാ കറങ്ങുന്നേ? അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ടഡ് ആണ്, പറഞ്ഞോളൂ. അറിയാമോ? എനി ഐഡിയ? യെസ് എന്നാ പറയൂ. സൂര്യന് ചുറ്റും സണ്ണിന് ചുറ്റും എർത്ത് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ മോൻ പറയുന്നത് അല്ലെ? ശരി ശരി, മോൻ മ്യൂട്ട് ചെയ്തോ കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. എന്തായാലും മിസ് എന്ത് ചെയ്യാൻ പോവാ? ഈ ഭൂമിക്ക് ചുറ്റൊരു വട്ടം വരയ്ക്കാൻ പോവാണേ, സണ്ണിന് ചുറ്റൊരു വട്ടം വരയ്ക്കാൻ പോവാണേ. നോക്കാലോ വട്ടത്തിന് ചാടി പോകുന്നുണ്ടോ നോക്കാലോ. ആരാ മൂവ് ചെയ്യുന്നേ? ആരാ മൂവ് ചെയ്യുന്നേ? വട്ടത്തിന് ചാടി പോകുന്നേ ആരാ? ആരാ മൂവ് ചെയ്യുന്നേ? ഹിഷാമെ ആരാ മൂവ് ചെയ്യുന്നേ? സാര ആരാ മൂവ് ചെയ്യുന്നേ? ആരാധ്യ ആരാ മൂവ് ചെയ്യുന്നേ? ഒബ്വിയസ്ലി നമ്മുടെ മോൻ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. എന്താ സംഭവിച്ചേ? ഭൂമിതാ ചാടിപ്പോകുന്നു, സണ്ണ് അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണ്. Earth is rotating around the sun. The planet Earth is rotating around the sun. Clear? ശരി, ഇത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്റെ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു ഫിഗർ വരച്ചു വെക്കണം. എന്ത് ചെയ്യണം? സോളാർ സിസ്റ്റം എഴുതിയതിന്റെ അടിയിലായിട്ട് ഒരു സണ്ണിനെ വരച്ചേ. സാധാരണ ഇങ്ങനെ നമ്മൾ സൺ, ഈ പിക്ചർ കാണുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാവും ആർക്ക് ചുറ്റാ കറങ്ങുന്നതെന്ന് കേട്ടോ. സോ യു ഹാവ് ടു റൈറ്റ് സൺ. ബേസിക് സയൻസിൽ എൻ്റെ മക്കൾ ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ലേബൽ ചെയ്യണം. അതെന്താ? ഓക്കെ, ലൈക് ബയോളജി റിലേറ്റഡ്, ലൈക് അനിമൽ, പ്ലാന്റ്സ്, എന്തോ ആവട്ടെ, ഒരു ഫിഗർ ബേസിക് സയൻസിൽ എൻ്റെ മക്കള് ബുക്കിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര്, അതിന്റെ പാർട്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഓർക്കണം. ക്ലിയർ? അവിടെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. കിട്ടിയാ? മനസ്സിലായോ മിസ് പറഞ്ഞത്? എന്ത് ഫിഗർ വരയ്ക്കുമ്പോഴും ലേബൽ ചെയ്യണം. അപ്പൊ പേര് എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് ഇവിടെ ഒരു എർത്ത് വരയ്ക്കാം. ശരി, ഭംഗി പറഞ്ഞാലും പ്രശ്നമില്ല, കോൺസെപ്റ്റ് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. സൺ ഉണ്ട്, എർത്ത് ഉണ്ട്. സൺ എർത്തിന് ചുറ്റും കറങ്ങുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചോ. വാട്ട് ഡസ് ദാറ്റ് മീൻ? സണ്ണ് നിൽക്കുന്നു, ഭൂമി കറങ്ങുന്നു. ആൻഡ് എർത്തിന്റെ ബ്രാക്കറ്റിൽ എന്റെ മക്കൾക്ക് എഴുതി വെക്കാം, എർത്ത് ഇസ് എ planet. Correct? Correct? എർത്തിന്റെ ബ്രാക്കറ്റിൽ എന്റെ മക്കൾക്ക് എഴുതി വെക്കാം, എർത്ത് ഇസ് എ പ്ലാനറ്റ്. മുഹമ്മദ് റോനാക്. ഓക്കെ, സോ റാഫിലും ആലാപ്പും നിവിൻ ഓഫ് ആക്കി പോയോ? പിന്നെ ദാറ്റ് ഈസ് എ ഗുഡ് മൂവ്. സോ ഒരു പേരുണ്ടായിരുന്നു, അതാരാ? ഇപ്പറ എനിക്ക് ആ തൻ വെച്ചിട്ടൊരു പേരുണ്ടല്ലോ, അതാരാ? യാ, തൻ. അവിടെ തന്നെ താഴെ നോക്കിക്കോ. തന്മയ് ക്യാമറ ഓൺ ചെയ്യൂട്ടാ. തന്മയിനെ മിസ്സിന് കാണുന്നില്ല. യാ, ഹായ് തന്മയ്, ഹലോ. സോ എല്ലാവരും വരച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഹാദി, മൈക്ക് വെറുതെ അൺമ്യൂട്ട് ആവില്ല മോനെ. ഹാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റിയാക്ഷൻസിൽ പോയിട്ട് ഒരു ഹാൻഡ് റേസ് ചെയ്യുക. അപ്പൊ മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരും. അല്ലെങ്കിൽ ഇവിടെ ബഹളായി പോവില്ലേ? എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞാല് സ്കൂളിൽ ഇഞ്ചവൽ പോലെ ആവും. ഇവിടെ സ്കൂളിൽ ഇഞ്ചവൽ ടൈമില് കലവില പോലെ ആവും കേട്ടോ. അതുകൊണ്ടാണ് മിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ആരും പേടിക്കണ്ട, മിസ് തരും, അൺമ്യൂട്ട് ഓപ്ഷൻ തരും കേട്ടോ.
So, hi Hadi. What is your doubt? Any doubt, Hadi? Anyways, എന്റെ മക്കളുടെ ഇത് വരച്ചു കഴിഞ്ഞു, കോൺസെപ്റ്റ് മനസ്സിലായി, മിസ് മുന്നോട്ട് പോയിക്കോളൂ എന്നാണെങ്കിൽ ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. എവ്രി വൺ ഷുഡ് വേവ് ടു ദി ക്യാമറ. മിസ് എന്റെ വരച്ചു കഴിഞ്ഞു, ഞാൻ ഈ പോയിന്റ് എനിക്ക് ക്ലിയർ ആണ്, എനിക്ക് ഇതിൽ ഡൗട്ട് ഒന്നുമില്ല. ഏഞ്ചലിൻ ഈസ് ലൈക്ക് ബൈ മാം, യു ക്യാൻ ഗോ നൗ. അങ്ങനെയല്ല, ഞാൻ ടാറ്റ പറഞ്ഞു വിടരുത്. ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. കമോൺ, മിസ്സിന് കാണണം ക്ലിയർ ആയിട്ട്. ആ കുഞ്ഞു ക്യാമറയിൽ ഇരുന്നിട്ട് കാണണം മിസ്സിന് കേട്ടോ. ഏഞ്ചലിനെ വേഗം ഹാവു മിസ് ഇപ്പൊ പോയിക്കോളും, ടാറ്റ മാം. അങ്ങനെയല്ല, ജസ്റ്റ് വേവ് എവ്രി വൺ. യെസ് യെസ്, തമന്വയ് എന്നാണ് സർ, തന്മയ് എന്നല്ല കേട്ടോ. വെറൈറ്റി പേര് കൊണ്ട് എന്റെ കൊച്ചു വന്നിട്ട് തമന്വയ്. ഓക്കേടാ. സോ എല്ലാവരും വേവ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലായി ഈ കോൺസെപ്റ്റ്. ആരോ ഹാൻഡ് റൈസ് ചെയ്ത് ടെസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ശരി, മിസ് പറഞ്ഞു സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറഞ്ഞു. ക്ലിയർ? ഓക്കെ ആണ്. സണ്ണ് ദേ ഇരിക്കണു, ഭൂമി എവിടെ ഇരിക്കണേ? ദേ ഇരിക്കണു ഭൂമി. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരേ ഒരു പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ, അത് കുറെ ഉണ്ടോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഉള്ളോ, അത് കുറെ ഉണ്ടോ? വെരി ഗുഡ് ആരാധ്യ. വാട്ട് അബൌട്ട് അതേഴ്സ്? ജഗന്നാഥൻ is like ma'am only one. No way. Correct. ഒരെണ്ണം അല്ല ഉള്ളത്. പിന്നെ എത്ര എണ്ണം ഉണ്ട്? Everyone should comment or draw in the screen. സ്ക്രീനിൽ ഞാൻ ഉത്തരം ചെറുതായിട്ട് വരച്ച് കാണിച്ചോ എന്നൊരു സംശയം. സ്ക്രീനിലൊന്ന് ചെറുതായിട്ട് വരച്ച് കാണട്ടെ മിസ്. സാറക്കുട്ടി, everyone. ഹിഷാം ഇങ്ങനെ രണ്ട് നോക്ക് കാണിക്കുന്നുണ്ട്. എന്താടാ, വിക്ടറി ആണോ നീ കാണിക്കുന്നത് ഹിഷാം? എത്ര എണ്ണം ഉണ്ട് ഹിഷാം? 7, only 7. ഒരാളെ ഹിഷാം മുക്കി എന്ന് തോന്നുന്നു. There are 8 planets. എവിടെ? 8 planets around the sun. How many? 8 planets around the sun. കറങ്ങുന്ന കണ്ടാ നിങ്ങള്? സണ്ണിന് ചുറ്റും ഇപ്പൊ കാണിച്ചു കേട്ടോ. സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഭൂമി അടക്കം 8 പ്ലാനറ്റ്സ് ഉണ്ട്. പണ്ട് എത്ര പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു? വെരി ഗുഡ് റോനാക്, വെരി ഗുഡ് ഹാദി. അപ്പൊ ഒരെണ്ണം കൂട്ടിയോ? 10 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു ഹാദി? 10 അല്ല മിസ്, എന്റെ ഒരു പേരിൽ മടങ്ങിയിട്ടാ ഉള്ളത് 9. വെരി ഗുഡ്. 9 പ്ലാനറ്റ്സ് പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജനക്കുട്ടി ഒരാൾ ഇച്ചിരി കുറുമ്പ് കാണിച്ചു. ഓക്കെ, 9 എണ്ണത്തില് ഒരു പ്ലാനറ്റ് ആവാൻ വേണ്ടി ആ പ്ലാനറ്റ് ഒന്നും ഒരു സാധനത്തിനെ വിളിക്കണമെങ്കിൽ അതിന് വേണ്ട 3 കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പൊ പഠിക്കാനില്ല. അതിൽ ഒരു കാര്യം ഒരാൾ തെറ്റിച്ചു. ഇപ്പൊ 90+ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ആദ്യത്തെ കണ്ടീഷൻ. സ്വന്തമായിട്ടൊരു നോട്ട്ബുക്ക് വേണം. ഓൺ ടൈം ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ കുറുമ്പ് കാണിച്ചാൽ ചെറുതായിട്ട് ചീത്ത കിട്ടുമല്ലോ. നല്ല സ്റ്റുഡന്റ് ആന്ന് പറയണമെങ്കിൽ ഇത് 3ഉം ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഇച്ചിരി കുറുമ്പൻ അല്ലെങ്കിൽ കുറുമ്പിയാന്ന് പറയും. കറക്റ്റ്. അതുപോലെ 3 കാര്യങ്ങൾ പാലിക്കേണ്ടതിൽ ഒരെണ്ണം തെറ്റിച്ചു. ആര്? നമ്മുടെ പ്ലൂട്ടോ. അങ്ങനെ അവനെ പ്ലാനറ്റ് ആന്ന് വിളിക്കാൻ പറ്റാണ്ടേയായി. ക്ലിയർ എവരിവൺ? കഥ മനസ്സിലായോ? പ്ലൂട്ടോ എന്ത് ചെയ്തു? ഒരു പ്ലാനറ്റിന് വേണ്ട 3 കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഒരെണ്ണം തെറ്റിച്ചു. നമ്മൾ അവനെ പുറത്താക്കി. അവൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടടാ, പക്ഷെ അവനെ പ്ലാനറ്റ് ആന്ന് ഇനി വിളിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ 9 ഉണ്ടായിരുന്നത് 8 ആയിട്ട് ചുരുങ്ങി. ഇപ്പൊ നമുക്ക് 8 പ്ലാനറ്റ്സ് ഉണ്ട്. അത് മനസ്സിലിരിക്കട്ടെ. എഴുതിക്കോ. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? എന്താ ഈ സോളാർ സിസ്റ്റം എന്നൊന്ന് പഠിക്കണല്ലേ നമുക്ക്. കുറെ ആയി നമ്മൾ കേൾക്കുന്നു സോളാർ സിസ്റ്റം. സോളാർ പാനൽ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ചിലരൊക്കെ അല്ലേ? എന്നാ എന്താ ഈ സോളാർ സിസ്റ്റം എന്ന് നമുക്ക് അറിയണം. യെസ് റോനാക്. സോ എഴുതി കേട്ടോ. മിസ് പറയും ഇതൊക്കെ എന്നെ ഇടിച്ച് തെറിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ എഴുതണം കേട്ടോ. ഇതൊക്കെയോ വരുന്നുണ്ടേ. സഞ്ജനക്ക് ഇഷ്ടമായി. മിസ് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിന്ന് ആ വലിയ ഉണ്ട ഇടിച്ചിട്ട് പോയിക്കോളൂ അല്ലേ സഞ്ജന? ആണോ? മിസ് എങ്ങോട്ട് നീങ്ങി നിക്കണോ? അതിന്റെ നടുവിലേക്ക് നിക്കണോ, ഇങ്ങോട്ട് ഒതുങ്ങി നിക്കണോ സഞ്ജന? നടുവിൽ കയറി നിന്നോളാം ആണോ? ഓക്കെ, സഞ്ജനയ്ക്ക് 2 മിനിറ്റ് ഓപ്ഷൻ കൊടുത്തേ. ഹാദി, നീ എഴുതിയോ വാട്ട് ഈസ് സോളാർ സിസ്റ്റം എന്ന്? നോട്ട്ബുക്ക് എടുത്ത് വെച്ച് എഴുതോ എല്ലാവരും. ആരും 90+ ക്ലാസ്സിൽ വെറുതെ ക്ലാസ് കേട്ട് വിഷ്വലും കണ്ടിരുന്നൂടാ. എഴുതണം, ഒപ്പം എഴുതണം.
എഴുതണം. മിസ്സുമാര് സമയം തരും എന്റെ മക്കൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിട്ട് കേട്ടാ. അത് വേസ്റ്റ് ആക്കരുത്. ട്യൂഷൻ കഴിഞ്ഞിട്ട് നോട്ട് എഴുതാൻ എക്സ്ട്രാ ടൈം ഒന്നും വേണ്ട, ഒപ്പം എഴുതി പോണം കേട്ടോ. അമ്മയ്യ ആഷിർ ക്യാമറ ഓൺ ചെയ്തടാ. റാഫി തമന്വയ് ക്യാമറ ഓൺ ചെയ്തില്ല, ഞാൻ വിളിക്കില്ല കേട്ടോ. ഞാനിവിടെ പറ എഴുതുക. ആദിദേവ് ആരാധ്യ വേഗാവട്ടെ. സോ എഴുതി കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ ഇരിക്കില്ല പണി. എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണടാ? വേവ് ടു ദി ക്യാമറ മറക്കരുത്. ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. കമോൺ, എന്നല്ലേ മിസ് മനസ്സിലാവും കഴിഞ്ഞു എന്ന്. ഓക്കെ, ആരാധ്യക്കുട്ടി തംസ് അപ്പ് ഇരുന്നുണ്ട്. കഴിഞ്ഞു മിസ്സേ. സഞ്ജനയ്ക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ അല്ലേ? ഹായ് സഞ്ജന കുട്ടി. എഴുതിയോ? ഉറപ്പാ? കാണിച്ച മിസ്സിനെ എഴുതിയത് കാണിച്ചേ. നേരത്തെ വരച്ച പിക്ചർ ഒക്കെ ഒന്ന് കാണിച്ചേ, മിസ് കാണട്ടെ. സണ്ണിനെ വരച്ചു, എർത്തിനെ വരച്ചു. എർത്ത് റൊട്ടേറ്റ് ചെയ്യാന്ന് ആരോ മാർക്ക് കിട്ടും. വാട്ട് ഈസ് സോളാർ സിസ്റ്റം എഴുതിയോ? എവിടെ? മിസ്സിനും കാണുന്നില്ല, മിസ്സിനും കാണുന്നില്ല, അമ്മയ്ക്കും കാണുന്നില്ല. എന്ത് മാജിക് പെന്നാ സഞ്ജന? എഴുതും. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ സോളാർ സിസ്റ്റം? ശരി, ഓക്കെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി മക്കളുടെ അടുത്തേക്ക് വരാട്ടോ. സോ എന്താണ് സോളാർ സിസ്റ്റം എന്ന് നമ്മൾ പഠിക്കാൻ പോവാ. ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? ഡെഫിനേഷൻ എഴുതുന്നതിന് മുമ്പ് പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സോളാർ സിസ്റ്റം എന്ന് മാത്രം ഒന്ന് കുഞ്ഞനാക്കിയിട്ട് പേജിന്റെ നടുവിൽ എഴുതാം. എന്നിട്ട് 4 ആരോ മാർക്ക് ഇടാം. ഇതിന്റെ പേരാണ് ഫ്ലോ ചാർട്ട്. എന്താ? ഫ്ലോ ചാർട്ട്. ഇങ്ങനെ വരച്ചു വെക്കാം. ഒരു സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കാം. വരച്ചേ. അപ്പൊ എന്റെ മക്കൾക്ക് പെട്ടെന്ന് അത് നോക്കുമ്പോൾ പിടി കിട്ടും എന്താണ് സോളാർ സിസ്റ്റം. എന്നിട്ട് നമുക്ക് ഡെഫിനേഷൻ എഴുതാം. വേഗം വരച്ചോ. സോളാർ സിസ്റ്റം എഴുതാ. എന്നിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം. അതിൽ 4 ആരോ മാർക്ക് വേണം. സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരുണ്ടായിരിക്കും? ഇനി ഐഡിയ. സോളാർ എന്ന് പറയുമ്പോ തന്നെ ഒരാളുണ്ടല്ലോ അവിടെ. ആരാ അത്? നമ്മൾ പറയില്ലേ, നമ്മുടെ വീട് പോലെ വിചാരിക്കുക സോളാർ സിസ്റ്റത്തിന്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എണ്ണി പറയും. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ കുറേ വേറെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടെന്ന് പറയും. അതുപോലെ സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും സണ്ണുണ്ട്, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്. ഇനി പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന ചിലവരുണ്ട്. അത് ആരാന്ന് മിസ് പറഞ്ഞുതരാം. അതിനൊരു ടേം നമ്മൾ യൂസ് ചെയ്യും. അതും ആരാന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഏർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നു, പ്ലാനറ്റ്സിന് ചുറ്റും ഹാദി, വെരി ഗുഡ് ഹാദി. ചെറുപ്പത്തിൽ എത്ര ചോറുണ്ടതോ അതിനെ നോക്കിയിട്ടല്ലേ അമ്മ എത്ര പറ്റിച്ചു, ഇപ്പൊ പിടിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ആണോ ഹാദി? എത്ര പേര് അമ്മമാര് പറ്റിച്ചു? ഇപ്പൊ പിടിച്ചു തരാൻ ചോറുണ്ടോ? പറ്റിച്ചിട്ടുണ്ടോ? ആരെ വെച്ചാ പറ്റിക്കാറ്? ദി മൂൺ അല്ലേ? ആരാ മോനെ? മൂൺ. ഇങ്ങനെ അപ്പൊ എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് ആണ് ഈ മൂൺ, ചന്ദ്രൻ. ഓക്കെ, ഇതുപോലെ കുറെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന എന്താ അതിന്റെ പേര്? സാറ്റലൈറ്റ്സ്. എഴുതിയോ? സണ്ണുണ്ട്, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സ്. തീർന്നോ സോളാർ സിസ്റ്റം? തീർന്നോ? വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്റ്റാർസ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഗാലക്സി കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതും ബാക്കി സാധനങ്ങൾ നമ്മൾ പറയില്ലേ അതർ ഫാമിലി മെമ്പേഴ്സ് ഇല്ലേ? അതുപോലെ നമ്മൾ എഴുതും അതർ, ഒരു പ്രത്യേക പേരാണ് സെലസ്റ്റിയൽ ബോഡി. സെലസ്റ്റിയൽ ബോഡി എന്താന്നൊക്കെ മിസ് പഠിപ്പിച്ചു തരാട്ടാ, പേടിക്കണ്ട. അതർ സെലസ്റ്റിയൽ ബോഡി. ഒന്ന് കംപ്ലീറ്റ് വരച്ചേ. അപ്പോ നിങ്ങൾ പെട്ടെന്ന് എക്സാമിന് കയറാൻ നിൽക്കുക. സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയോ ഉണ്ട്. 4 വര ഓർമ്മയുണ്ട്. എന്താന്ന് ഓർമ്മയില്ലെങ്കിൽ ബുക്കിന്റെ ഈ പേജ് തുറക്കുമ്പോൾ ഡെഫിനേഷൻ വായിക്കാണ്ട് എന്റെ മക്കൾക്ക് മനസ്സിലാവണം. സണ്ണ്, പ്ലാനറ്റ്, സാറ്റലൈറ്റ് ഉണ്ട്, സെലസ്റ്റിയൽ ബോഡി ഉണ്ട്. സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാലോ. സെന്റൻസ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഓർക്കുക.
ഓർത്ത് വെക്കാനുള്ള സാധനമാണ് ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പഠിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് പഠിച്ചാല് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്കറിയാം, നമ്മൾ പ്രോ ആണല്ലോ. നമ്മൾ എഴുതും, ആ സെന്റൻസ് ഇങ്ങനെ ഇരിക്കും. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, വായിച്ചു തരാം. എന്റെ മക്കളെ ഡെഫിനേഷനും കൂടെ അതിന്റെ അടിയിൽ എഴുതി വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടോ. എക്സാമിന് ഒരിക്കലും ഫിഗർ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നിർത്തരുത്. എഴുതൽ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, സോളാർ സിസ്റ്റം, സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്. സാറ്റലൈറ്റ്സ് എന്താന്ന് മനസ്സിലായെന്ന് മിസ് വിചാരിക്കണം കേട്ടോ. ആൻഡ് കഴിഞ്ഞിട്ടില്ല, അതർ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന പോലെ അതർ, ആ വാക്ക് എന്താ, സെലസ്റ്റിയൽ. ദേ ഇവിടെ നോക്കിയാൽ കിട്ടൂട്ടാ, അതേ പെട്ടിയിൽ നോക്കിയാൽ കിട്ടും. ഡൗട്ട് ഉള്ളവരുടെ അടുത്തേക്ക് മിസ് ദേ വരികയാണ് കേട്ടോ. ഹാൻഡ് റൈസ് മിസ്സിന് കാണാം. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനേഷൻ എഴുതി മിസ് ഒരു വട്ടം വായിച്ചു തരാം. ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി സൺ, ദി പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ, ദി സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. ക്ലിയർ എവ്രിവൺ? ഈ ഡെഫിനേഷനും കൂടെ എഴുതി വെക്കുക. ആരോ രണ്ടുപേരും ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഹാൻഡ് ഡൗൺ ചെയ്തല്ലോ. ആരത്? ആഷ്മിൽ. എന്ത് പറ്റി മോനെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സഞ്ജന കുട്ടി ഞാൻ വരാം കേട്ടോ. ഹായ് ആഷ്മിൽ. ഓ, എന്താണ് മോനെ ഡൗട്ട് കുട്ടാ? ചോദിച്ചോളൂ. ഡൗട്ട് ഇല്ല, അറിയാതെ ഹാൻഡ് റൈസ് ആയതാ? ഓക്കേടാ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കേ. സോ സഞ്ജന, ഹായ് സഞ്ജന, ചോദിച്ചോടാ. എഴുതി കഴിഞ്ഞോ? വാട്ട് ഈസ് യുവർ ഡൗട്ട് സഞ്ജന? ഹലോ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? സെലസ്റ്റിയൽ ബോഡീസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണോ? അല്ലടാ, അല്ലാട്ടാ. അത് മിസ് പറഞ്ഞുതരാ. എടാ ഈ സൺ, അത് അടുത്ത സ്ലൈഡ് ആണ് നമ്മുടെ. എന്നാലും മോൻ ചോദിച്ച സ്ഥിതിക്ക് ഇപ്പൊ തന്നെ പറയാം. സൺ നമ്മൾ പറയും, നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഇവരൊക്കെ ഫാമിലി മെമ്പേഴ്സ് തന്നെയല്ലേ. സ്റ്റിൽ നമ്മൾ പറയും ഇത് കൂടാതെ അതർ ഫാമിലി മെമ്പേഴ്സും ഉണ്ടെന്ന്. ഓക്കെ, അതുപോലെ സൺ ഒരു സെലസ്റ്റിയൽ ബോഡിയാ, പ്ലാനറ്റ് ഒരു സെലസ്റ്റിയൽ ബോഡിയാ, സാറ്റലൈറ്റും സെലസ്റ്റിയൽ ബോഡിയാ. ഇതൊന്നും കൂടാതെ ബാക്കി സെലസ്റ്റിയൽ ബോഡീസും ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ സ്റ്റാർസ് ഉണ്ടാവാം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ടാവാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് ഇപ്പൊ കൂട്ടണ്ട. സ്പേസ് ഇല്ലേ, നമ്മുടെ സ്പേസിനകത്തുള്ള എന്തിനേയും നമ്മൾ വിളിക്കും സെലസ്റ്റിയൽ ബോഡി. മനസ്സിലായോ? സ്പേസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനും അങ്ങനെ വിളിക്കാം. സണ്ണിനെ വിളിക്കാം, പ്ലാനറ്റിനെ വിളിക്കാം, സാറ്റലൈറ്റ്സിനെ വിളിക്കാം, ബാക്കി സാധനങ്ങളെ വിളിക്കും. ഒറ്റയടിക്ക് ഒരുമിച്ച് വിളിക്കാം. അതർ ഫാമിലി മെമ്പേഴ്സ്, കസിൻസിന്റെയും പിന്നെ അതിന്റെ അപ്പുറത്തെ കസിൻസിന്റെ ഒക്കെ പേര് എഴുതാൻ ടഫ് അല്ലേ. അപ്പൊ നമ്മൾ എഴുതും അതർ സെലസ്റ്റിയൽ ബോഡി. മനസ്സിലായോ? ഫാമിലിയിലെ എല്ലാവരെയും ഫാമിലി മെമ്പേഴ്സ് എന്ന് പേരിട്ട പോലെ സ്പേസിലെ എല്ലാ ഒബ്ജക്റ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡീസ്. ക്ലിയർ എവ്രിവൺ? ക്ലിയർ? അപ്പൊ സൺ ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലേ? അതെ. പ്ലാനറ്റ്സോ? അതെ. സ്പേസിലുള്ള എല്ലാം എന്താ? സെലസ്റ്റിയൽ ബോഡിയാണ്. ഓക്കെ, എണ്ണ അങ്ങനെയല്ല മോനെ ഹാൻഡ് റൈസ് ചെയ്യേണ്ടത്. റിയാക്ഷൻസിൽ പോയിട്ട് വേണം ഹാൻഡ് റൈസ് ചെയ്യാൻ, എന്നാലേ മിസ് കാണുള്ളൂ കേട്ടോ. നിങ്ങൾ അവിടെ ഫിസിക്കലി ഹാൻഡ് റൈസ് ചെയ്താൽ മിസ്സിന് തോന്നുക വേറെ എന്തെങ്കിലും ചെയ്യാന്നാണ്. ഓക്കെ, എഡ്ന, ക്ലാര, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഹിഷാമേ, നീ ഇപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ടില്ല. ഫാത്തിമ കുട്ടി വെച്ചിട്ടില്ല. ഫാത്തിമ, ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ആദിശ്രീ കുട്ട, ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ലേറ്റ് ആയി വന്നവരെ കേട്ട് കാണില്ല മിസ്സിന്റെ ഇൻസ്ട്രക്ഷൻസ്. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോൺ വെക്കണം. എന്താ മിസ്സേ ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് ചോദിച്ചത്? ഫോൺ ഇങ്ങനെ വെക്കണം കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഓ, ചോദിക്കണം. ഓ, 9 ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ആയി. പ്ലാനറ്റ്സ് 8 ഉണ്ടെന്ന് നമ്മളോട് സയന്റിസ്റ്റുമാര് കണ്ടുപിടിച്ച് പറഞ്ഞതാകൂട്ടാ. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി സയന്റിഫിക്കലി പ്രൂവൺ. 8 അല്ല കേട്ടോ, സൺ ഒരു പ്ലാനറ്റ് അല്ല. സൺ ഇസ് എ സ്റ്റാർ. ഓക്കെ, സൺ ഒരു പ്ലാനറ്റ് അല്ല.
ആൻഡ് ഓൾസോ പ്ലാനറ്റ് ആവണമെങ്കിൽ മോനെ വേണ്ട 3 സ്വഭാവങ്ങളിലും മെയിൻ കാര്യം എന്താണെന്നറിയോ? സണ്ണിന് ചുറ്റും കറങ്ങണം എന്നുള്ളതാ. അപ്പൊ സൺ എങ്ങനെ അതിൽ പെടും? മനസ്സിലായോടാ? ഒരു പ്ലാനറ്റ് എന്ന് വിളിക്കണമെങ്കിൽ വേണ്ട മെയിൻ സാധനം സണ്ണിന് ചുറ്റും കറങ്ങണം, സ്വന്തമായിട്ടൊരു പാത്ത് വേണം. അതൊക്കെയാണ് എന്ത് ഒരു പ്ലാനറ്റ് ആവണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒരിക്കലും സൺ ഒരു പ്ലാനറ്റ് അല്ല. പണ്ട് ഉണ്ടായിരുന്ന പ്ലാനറ്റ് വാസ് പ്ലൂട്ടോ. അവനെയാ പുറത്താക്കിയ കേട്ടാ 9. ഓക്കെ, സൺ ഒരു പ്ലാനറ്റ് അല്ല. ഓക്കെ ഓക്കേടാ. സോ ഐ hope everyone wrote the notes, I guess. All set guys? All set? Clear? മുന്നോട്ട് പോയിക്കോട്ടെ മിസ്, മുന്നോട്ട് പോട്ടെ. Show me a thumbs up to the camera. ഏഞ്ചലിനക്ക് ഡൗട്ട് ഉണ്ടോടാ? അപ്പൊ എന്ത് ചെയ്യണം? റിയാക്ഷൻസിൽ പോയിട്ട് തംസ് അപ്പ് ആയിരുന്നു അത്. ഡൗട്ടാ? തംസ് അപ്പാ? പഠിപ്പിക്കാൻ ഞാൻ റിയാക്ഷൻസിൽ പോവും, അല്ലെങ്കിൽ ആരും കാണില്ല എന്റെ മോനെ. ബാക്കി ക്ലാസ്സസിന്റെ ഉള്ളിലേ പിള്ളേരുടെ ഇടയിൽ ഇരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ റിയാക്ഷൻസിൽ പോയേ. ഇപ്പൊ കൈ അടിച്ചു. റിയാക്ഷൻസിൽ ഹാൻഡ് റൈസ് ഉണ്ട്. ഇനി നോക്കിയേ, അത് നോക്കിയേ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അതും കൈയടിയാ. ഫുൾ കൈയടിയാ എനിക്ക്. ആണോ? ഇന്ന് ഫുൾ കൈയടിയാണോ? അത് തന്നെ അസിൻ. അങ്ങനെയാണ് ഹാൻഡ് റൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഏഞ്ചലീന ഒന്ന് മാറ്റി നോക്കൂ. തംസ് അപ്പും അതുപോലെ തന്നെ ഹാൻഡ് റൈസും ഒക്കെ കാണാൻ പറ്റും റിയാക്ഷൻസിൽ. അതന്നെ. ഇങ്ങനെ ചെയ്താ ഇല്ലേ ടീച്ചർ പറയും ഏഞ്ചലീനക്ക് എന്തോ സംശയമുണ്ട്, വേഗം അൺമ്യൂട്ട് ചെയ്തോളാൻ. മനസ്സിലായോ? ഇങ്ങനെയാണ് ടീച്ചേഴ്സിനെ ശല്യം ചെയ്യേണ്ടത് കേട്ടോ. പറഞ്ഞോ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? എന്താണ് റോനാക്ക്? വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഏഞ്ചലിനെ കൂടി ചോദിച്ചോളൂ. വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഏതാ മോനെ? അതാ മിസ് പറഞ്ഞേ. സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞാല് സ്പേസ്. ഫാമിലിയിലുള്ള എല്ലാരും കൂടെ മോൻ എന്താ വിളിക്കാറ്? ഫാമിലി മെമ്പേഴ്സ് അല്ലേ? അതുപോലെ സ്പേസിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡീസ്. കിട്ടിയോ? ഫാമിലിയിൽ എല്ലാരും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന പോലെ സ്പേസിലുള്ള എല്ലാ സാധനങ്ങളെയും, സണ്ണാവട്ടെ, മൂണാവട്ടെ, എർത്ത് ആവട്ടെ, പ്ലാനറ്റ്സ് ആവട്ടെ, സാറ്റലൈറ്റ്സ് ആവട്ടെ, സ്റ്റാർസ് ആവട്ടെ, എന്തോ ആവട്ടെ, എല്ലാ പൊട്ടും പൊടിയും ഒക്കെ ഒരുമിച്ച് വിളിക്കുന്ന പേരാ സെലസ്റ്റിയൽ ബോഡീസ്. കിട്ടിയോ? അതിന്റെ ഡെഫിനിഷനിലേക്ക് മിസ് പോകുന്നേ. What are celestial bodies? എഴുതി വെച്ചോ. Objects in space are known as celestial body. For example, sun, moon, planet, stars, etc. കിട്ടിയോ everyone? എന്താ ഇനി മോൻ ഹാൻഡ് ഡൗൺ ചെയ്തോട്ടെ. ഏഞ്ചലീന ഡൗട്ട് ക്ലിയർ ആയാല് ഹാൻഡ് ഡൗൺ, റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ്. അത്ര തന്നെ, ഇത്ര ഉള്ളു. ഇതാണ് ക്ലാസിന്റെ പ്രോസസ്. റോനാക്കെ ഡൗട്ട് ആണോ നിനക്ക്? യെസ്? നോ? തമന്വയുടെ മുഖം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് ഒന്ന് ക്ലാസ്സിൽ നിന്ന് പോവാൻ. അസിൻ, ആലാപ്, ആദിദേവ്, നിവിൻ ആൻഡ് ഇവാന. ഇവാന കുട്ടി ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ്സിൽ ഇരുന്നേടാ. ഇവാനിയ സോറി. ഹായ് റാഫിൽ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഡൗട്ടിന് ഉത്തരം പറയില്ല കേട്ടോ. റാഫിൽ വേഗം പറഞ്ഞു. ബാക്കിയുള്ളൊരു സമയം കളണ്ട് എഴുതിയെടുത്തോ കേട്ടോ. വാട്ട് ഈസ് celestial bodies? Celestial bodies are objects in space such as sun, moon, planet, stars, etc. കുറേ ഉണ്ട്, etc. ഇട്ടോ. റാഫിൽ എന്ത് പറ്റി? ഹായ് റാഫിൽ. റാഫിലെ മോൻ അൺമ്യൂട്ടഡ് ആണ്. പക്ഷെ മിസ്സിനൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഹായ് റാഫിൽ. മിസ്സിനൊന്നും കേൾക്കുന്നില്ല. ശരി, മുഹമ്മദ് റോനാക്കിനോട് ചോദിക്കാം. റാഫിൽ ഒന്ന് നെറ്റ്വർക്ക് സെറ്റ് ആക്കിയിട്ട് വായോട്ടെ. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടാ. ചോദിക്കടാ റോനാക്കെ. സണ്ണ് പ്ലാനറ്റ് അല്ല കുട്ടാ. മിസ് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ. തമന്വയ് മിസ് ഓൾറെഡി പറഞ്ഞു. മോനിപ്പോ വരാട്ടോ റോനാക്കെ, വെയിറ്റ് ചെയ്യണേ. തമന്വയ് മിസ് പറഞ്ഞു അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല സ്വന്തമായിട്ട്. യു ഹാവ് ടു ഹാൻഡ് റേസ്. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തരും, അപ്പോഴേ അൺമ്യൂട്ട് ആവൂ. അല്ലാതെ അൺമ്യൂട്ട് ആവില്ല. ഇവിടെ ബഹളാവൂടെ എല്ലാരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്താല് കേട്ടോ.
വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഒക്കെ എല്ലാവരും കേൾക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. റോനാക്കെ, സണ്ണ് പ്ലാനറ്റ് അല്ലടാ. ഒരു പ്ലാനറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സണ്ണിന് ചുറ്റും കറങ്ങണം എന്നാ. മനസ്സിലായോ? അപ്പൊ സണ്ണ് ഇങ്ങനെ പ്ലാനറ്റ് ആവുക? സണ്ണ് ഒരു പ്ലാനറ്റ് അല്ല. ഓക്കെ, സൺ ഒരു സ്റ്റാർ ആണെന്ന് മിസ് പറഞ്ഞില്ലേ? കുറച്ചു മുമ്പ് ഒരാളോട് പറഞ്ഞുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചില്ല? സൺ ഒരു സ്റ്റാറാ. അതെങ്ങനെയുണ്ട് കേട്ടോ? സ്റ്റാർസ് കേട്ടിട്ടില്ലേ? സൺ ഒരു സ്റ്റാർ ആണ് കേട്ടോ. വിശ്വസിക്കാൻ പറ്റണല്ലോ എന്റെ കൊച്ചിന്. എന്റെ മനസ്സിൽ സൺ ഒരു പ്ലാനറ്റ് ആയിരുന്നു. അല്ല, പ്ലാനറ്റ്സ് എന്ത് ചെയ്യും? സണ്ണിന് ചുറ്റും കറങ്ങും ഒരു പാത്തില്. സൺ അനങ്ങുന്നുണ്ടോ? ഇല്ല. ഒരു സ്ഥലത്ത് നിൽക്കുക. എർത്ത് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ റോനാക്കെ. കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം പിന്നെ ഡൗട്ട് ആയിട്ട് ചോദിച്ചത് മോൻ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. തമന്നു വയ്ക്ക് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ മിസ് അൺമ്യൂട്ട് ഓപ്ഷൻ തരാം. ഹാദി വാട്ട് ഈസ് യുവർ ഡൗട്ട്? ബാക്കിയുള്ളവർ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സമയം കളയണ്ട, എഴുതിക്കോ. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. വാട്ട് ഈസ് യുവർ ഡൗട്ട് ഹാദി? പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എഴുതിക്കോ കേട്ടോ. അവിടെ ഓരോരുത്തർ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കേണ്ടത് ആരാത്? അല്ല, താഴെ മിസ് എത്ര തവണ അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യും? ഏതാ മോനെ? കഴിഞ്ഞ സ്ലൈഡാ? എടാ, ഇനിയും കൂടുതൽ എക്സാമ്പിൾ ഉണ്ടെന്ന് വേണ്ടി നമ്മൾ എഴുതില്ലേ? എക്സിട്രാ, അങ്ങനത്തെ സാധനം കേട്ടോ അത്. അതായത് സണ്ണും മൂണും പ്ലാനറ്റ്സും സ്റ്റാർസും മാത്രമല്ല, ഇനിയും അതിൽ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്റെ വീട്ടിൽ എന്റെ ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ചേട്ടനുണ്ട്, പിന്നെയും കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ETC എക്സിട്രാ. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ETC. അത് കണ്ട് പേടിക്കണ്ട കേട്ടോ, അത് പഠിക്കാനുള്ള സാധനമല്ല. ഓക്കെ മോനെ. ഹു ഇസ് നെക്സ്റ്റ്? ആർക്കാ ഡൗട്ട്? എഡ്ന. ഹായ് മോനെ, പറഞ്ഞു. പറഞ്ഞോടാ എഡ്ന, പറഞ്ഞോളൂ. എന്താടാ? പ്ലൂട്ടോ. പ്ലാനറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. പ്ലാനറ്റ് വിളിച്ചൂടാ, പുറത്താക്കിയ. പ്ലൂട്ടോ മോനെ പുറത്താക്കിയ അവനെ. ഇനി പ്ലാനറ്റ് വിളിച്ചൂടാ, ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയും കേട്ടോ. ശരി, ഓക്കേടാ. who else? No one. അവിടെ നമ്മുടെ മോൻ കണ്ടോ? ആരാ? തമന്നോയ്. അതിനു മുമ്പേ അവിടെ ഒരു മോൻ കണ്ടോ? അയ്യോ, ഏതാ? എന്താ പേര്? അഷറെ, നിന്നോട് എങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാനാ പറഞ്ഞേ? റിയാക്ഷൻസിൽ പോയേ നീ. വേഗം പോ. റിയാക്ഷൻസിൽ പോയിട്ട് അതില് ഹാൻഡ് റൈസ് ഉണ്ട്. ഇങ്ങനെ ആക്കിയ മിസ് കാണുവോ? ഇപ്പൊ മിസ്സിന് കാഴ്ചക്ക് അത്ര ശക്തി ഉള്ളതുകൊണ്ടാ മിസ് കണ്ടത്. അഷറെ പോയ അഷറ വഴിക്ക്. ഹാദി, ഇപ്പൊ ഹാദി കൈ അടിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. അതിൽ തൊട്ടാല് മിസ് നിങ്ങൾ പൊന്തി വരും. മിസ്സിന് മനസ്സിലാവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കേട്ടാ. അഷർ എന്തി? അഷർ പോയാ? മിസ്സിനോട് പിണങ്ങി പോയോ അഷർ? ഇല്ല, അവിടെ ഉണ്ട്. അഷർ അങ്ങനെയൊന്നും പോയില്ല. തൽക്കാലം അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കൂ. ഹായ് അഷർ. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എഴുതിയോടാ? ബാക്കിയുള്ളൊരു സമയം കളയണ്ട. അതിന്റെ താഴെ വീണ്ടും ഒരു ഫ്ലോ ചാർട്ടിന് സമയമായി. പ്ലാനറ്റ്സ് എഴുതുക, 8 arrow mark ഇടുക. കാരണം we know that there are 8 planets revolving around the sun. 1 2 3 4 5 6 7 8. വരച്ചോ, സമയം കളയണ്ട. ഇങ്ങനെ വരയ്ക്കാൻ ബുക്കിൽ സ്ഥലം ഇല്ലെങ്കിൽ പ്ലാനറ്റ്സ് ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യാ? 8 arrow mark ഇങ്ങനെ ഇടുക കേട്ടോ. യോവിഷ് 8 വരയ്ക്കാനുള്ള സ്ഥലം ഉണ്ടായാൽ മതി. 8 എഴുതാനുള്ള സ്ഥലം ഉണ്ടായാൽ മതി. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. വരച്ചു വെച്ചതിന് ശേഷം മിസ്സിനോട് പറയാം. ആരായിരുന്നു സർ? അഷർ. ഹായ് അഷർ. മോനെ ചോദിച്ചോടാ. അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്, അതിൽ തൊടു. എന്നാല് മിസ്സിന് കേൾക്കൂ, അല്ലെങ്കിൽ കേൾക്കൂല. ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കും, അതിൽ തൊടു. പറഞ്ഞോടാ. അതെ, അപ്പൊ ആകാശത്ത് കാണുന്ന സ്റ്റാർ എന്തുവാ?
അതും സ്റ്റാർസ്. ഈ ലോകത്ത് ആകെ ഒരു പ്ലാനറ്റേ ഉള്ളോ? അല്ലല്ലോ, അല്ല 8 ഉണ്ട്. അതുപോലെ ഒരു സ്റ്റാറിൽ ഉള്ളത് ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. അതിലൊരാളാണ് സണ്ണ്. സണ്ണ് കുറച്ചുകൂടി നമ്മുടെ ക്ലോസസ്റ്റ്, ഭൂമിയോട് അടുത്തായതുകൊണ്ട് ഇത്ര ചക്ക പോലെ കാണുന്നേ. ക്ലിയർ? ദൂരെയുള്ള സ്റ്റാർസിനൊക്കെ ഇങ്ങനെ പൊടി പോലെ കാണും. ക്ലിയർ? ഭൂമിയോട് അടുത്ത് കിടക്കുന്ന സ്റ്റാറിനെ ഇങ്ങനെ കാണും. അത്രേ ഉള്ളൂ കേട്ടോ. സൺ ഇസ് എ സ്റ്റാർ, നോ വറീസ്. Okay, so Asin, what is your doubt, Asin? എല്ലാരും വരച്ചു കഴിഞ്ഞോ? Are you guys ready with the next flow chart? കുറേ വിഷ്വൽസ് കാണാനുണ്ട്, 8 പ്ലാനറ്റ്സിനെ കാണാനുണ്ട്. ഓക്കെ, ഗെറ്റ് റെഡി കേട്ടോ. നമുക്കൊരു ഗെയിം ഒക്കെ നടത്തണം ഇവിടെ, എന്നാലാണ് ഓരോരുത്തരായിട്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അസിന് ഡൗട്ട് ഇല്ല അല്ലേ? ഓക്കെ, then who else? ആദിശ്രീ, all set കുട്ട? All set? No doubts, right? Show me a thumbs up. തംസ് അപ്പ് കാണിക്കൂ എല്ലാം സെറ്റ് ആണെങ്കിൽ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തംസ് ഡൗൺ ആക്കിക്കോ കേട്ടാ, മിസ് വരാം അപ്പൊ. ശരി. സാറ, അസിൻ സെറ്റ് പറയുന്നുണ്ട്. എന്റെ തമന്വയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ. കൊച്ചു കുറെ നേരമായി മൈക്കിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന, പക്ഷെ ഒന്നും നടക്കുന്നില്ല. തമന്വയ് പോയോ? തമന്വയ്, മുഖം ഒന്ന് കണ്ടല്ലോ, സന്തോഷായി. ഇനി ഞാൻ പോവാ. തമന്വയ് പറഞ്ഞവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഹായ് തമന്വയ്. മിസ് ഫോൺ എങ്ങനെ വെക്കണം എന്നാ പറഞ്ഞത്? ഇങ്ങനെ വെച്ചാലേ ഫുൾ സ്ക്രീനിൽ കാണുമോ മിസ്സിനെ? അല്ലേ? ഇങ്ങനെ വെച്ചേ ഫോണ്, ഇങ്ങനെ ചിരിച്ചു വെക്കൂ. ഇങ്ങനെ വെക്കാതെ അങ്ങനെ വേണം എന്റെ മോൻ ക്ലാസ്സിലിരിക്കാൻ കേട്ടോ. അങ്ങനെ വേണം ക്ലാസ്സിലിരിക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ഓപ്ഷൻ വേണമെങ്കിൽ ഇതുപോലെ ചോദിച്ചാൽ മിസ് തരും, അല്ലെങ്കിൽ ഇവിടെ ബഹളാവും. അതുകൊണ്ടാണ് കേട്ടോ. ശരി. പേര് തെറ്റിച്ച് വായിച്ചതിന്റെ ഒരു സങ്കടം മുഖത്തുണ്ട്. ഇനി തെറ്റിക്കൂല കേട്ടോ. ശരി ശരി. നമ്മള് 8 പ്ലാനറ്റ്സിനെ റിവീൽ ചെയ്യാൻ പോവാണ്. ഓർഡർ ഒരു പ്രശ്നമല്ല, പക്ഷെ മിസ് ഒരു ഓർഡറിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് ആരാ ഗസ് ചെയ്യാൻ പോകുന്നേ? നിങ്ങളാ. അസിനും ആരാധ്യയും ആദിദേവും ആലാബും നിവിനും അമ്മയും ഇവാനിയൊക്കെ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നല്ലപോലെ ക്യാമറ ഓൺ ചെയ്ത് നല്ല മക്കളായിട്ടിരിക്കുന്നവർക്ക് മിസ് അവസരം തരും. ഏതായിരിക്കും 8 പ്ലാനറ്റ്സിലെ മിസ് ഇവിടെ കൊണ്ടുവന്നേക്കുന്ന ഫസ്റ്റ് പ്ലാനറ്റ് ആരായിരിക്കും? ആർക്കാ പറയണ്ടേ? ഫസ്റ്റ് ഉത്തരം പറയേണ്ട ആൾ എന്ത് ചെയ്യണം? വെറുതെ അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്താലൊന്നും അവസരം തരൂല. ഫസ്റ്റ് ക്യാമറയിലേക്ക് വേവ് ചെയ്യുന്ന ആൾക്ക് ഞാൻ അവസരം തരാൻ പോവാ. ഫസ്റ്റ് ക്യാമറയിൽ വേവ് ചെയ്യുന്ന ആൾക്ക് അവസരം തരാൻ പോവാ. വേവ് ടു ദി ക്യാമറ. വേവ് വേവ് വേവ്. എങ്ങനെ വേവ് ചെയ്യാം? സാർ വീടുണ്ട് കേട്ടോ. ആരാധ്യയാണ് ഫസ്റ്റ് വേവ് ചെയ്തിരിക്കുന്നേ. ആരാധ്യ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതാണോ? എടാ, നീ ഇതുവരെ ജോയിൻ ചെയ്തില്ലേ? ശ്വേതാംസിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുവാണോ? മാത്സ് ക്ലാസ് കിട്ടിയോ? അത് ശരി. എന്നിട്ട് തീരുമാനിക്കാൻ പറ്റിയില്ല ജോയിൻ ചെയ്യണോ വേണ്ടേന്ന്? വേഗം തീരുമാനിച്ചിട്ട് ടീച്ചറെ കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലാസ് ഒക്കെ മിസ് ആവൂലേ. സ്പീഡ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. കോണ്ടാക്ട് ചെയ്തോ? എന്നിട്ടോ? ടീച്ചർ രാവിലെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ വേഗം വേഗം ജോയിൻ ചെയ്തിട്ട് പറയണം, എന്നെ വേഗം എന്റെ ക്ലാസ്സിൽ കൊണ്ടിരുത്തും മിസ്സേ, ഞാൻ റെഡിയാണ് ജോയിൻ ചെയ്യാൻ. റെഡി ആണെങ്കിൽ കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് പ്ലാനറ്റിനെ പറയാൻ പോകുന്ന ആരാധ്യയാണ്. ആരാധ്യക്ക് പിന്നെ ഓൾറെഡി അറിയാം എന്റെ ഓർഡർ. എന്നാലും ആരാധ്യ കുട്ടി ഏതായിരിക്കും? ഗസ് പറയും. വേഗം പറയടാ. നോക്കി പറയാനാണോ ഞാൻ വിളിച്ചത്? ആരാധ്യ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിട്ട് പഠിച്ചിട്ടില്ലേ? പറയൂ. കൊച്ചു പറയുന്നു മെർക്കുറി ആണോന്ന്. എന്നാ നമുക്ക് വേറെ ആൾ കൂടെ ചോദിച്ചു നോക്കാം. ആരാധ്യ ആരാന്നറിയോ പറയാൻ പോകുന്നേ? ഫർഹാൻ. അയ്യോ, എന്റെ കൊച്ചിന്റെ പേര് ജോയൽ. എടാ ജോയലേ, നീ ഇവിടെ തന്നെ പിന്നെയും ക്ലാസ്സിൽ വന്നേക്കുവാണോ? നീ ജോയിൻ ചെയ്യാൻ പോയില്ല? കിട്ടിയ ക്ലാസ് തന്നെ പിന്നെയും കാണുക അല്ലേ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെയും വരും കേട്ടോ. അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുക. വേഗം പോയി ജോയിൻ ചെയ്യാൻ നോക്ക്, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. എന്നാ ജോയിൻ ഗസ് പറഞ്ഞേ, എന്നിട്ട് ഞാൻ വേറെ ആളോട് ചോദിക്കാം. മെർക്കുറി ആന്നാ പറയുന്നത്. മൂന്നാമത്തെ ഒരാളോടും കൂടെ ചോദിക്കാം. 3 വട്ടം ചോദിച്ച് നമുക്ക് ഏഞ്ചലീന കുട്ടീനോട് ചോദിക്കാം. ഹായ് ഏഞ്ചലീന.
ഓക്കെ, എഡ്നയുടെ ഗസ് എർത്ത് ആണ്. ഏഞ്ചലീന പറഞ്ഞോ, ഏതായിരിക്കും? മെർക്കുറി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു 3, 2, 1 പറഞ്ഞേ. മിസ് റിവീൽ ചെയ്യാം ഏതാണ് എന്റെ ഓർഡറിൽ എന്ന് ഞാൻ റിവീൽ ചെയ്യാം. 3, 2, 1 പറയൂ. ആ കറക്റ്റ് ആണ്. മിസ്സിന്റെ ഓർഡർ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു 3, 2, 1 പറയൂ. റിവീൽ ചെയ്യട്ടെ മിസ്. പറഞ്ഞേ. 3 പറയൂ. 3. കറക്റ്റ് ആൻസർ ആണ്. ഇറ്റ് ഈസ് ദി മെർക്കുറി. ഓക്കെ, സോ എഴുതിക്കോ. ഫസ്റ്റ് ആരോ മാർക്കിൽ ഫിൽ ചെയ്തേ മെർക്കുറി. ഫസ്റ്റ് ആരോ മാർക്ക് ഫിൽ ചെയ്യാ മെർക്കുറി. പ്ലാനറ്റ്സിൽ 8 ആരോ മാർക്ക് ഇട്ട് എന്റെ മക്കൾ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? ഫസ്റ്റില് ഫിൽ ചെയ്യാ മെർക്കുറി. അടുത്ത പ്ലാനറ്റ് മെർക്കുറി കറങ്ങല് കണ്ടാ. ഇനി അടുത്ത പ്ലാനറ്റ് ആർക്കാ ഗസ് ചെയ്യണ്ടേ? ഹു വാണ്ട്സ് ടു ഗസ് നെക്സ്റ്റ്? ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവർക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. ആലാബ്, അമേയ, ഇവാനിയ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ക്യാമറ ഇഷ്യൂസ് ആണെങ്കിൽ അത് ഒറിജിനൽ മെയിൻ ക്ലാസ് ആകുമ്പോൾ സോർട്ട് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിട്ട് കേട്ടോ. അസിനാണ് അടുത്ത പറയാൻ പോകുന്നത്. ജഗന്നാഥൻ എന്റെ ക്ലാസ്സിലെ സെക്കൻഡ് ടൈം അല്ലേ? ശരി. ആരായിരുന്നു സർ? അസിൻ പോയി. അസിനെ ഇവിടെ വിളിക്കാന്ന് പറഞ്ഞപ്പോ അസിൻ പോയി. അവിടെ ഉണ്ട്. ഹായ് അസിൻ. അസിനെ വല്ലതും നടക്കോ? എന്നാ പറയൂ, ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? ഉറപ്പാ? 3, 2, 1 പറയൂ നോക്കട്ടെ. 3, 2, 1. ചെറുതായിട്ടൊന്ന് ആരായിപ്പോയി? വീനസ് ആയിപ്പോയി. മോൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. മാർസ് ഒരു പ്ലാനറ്റ് തന്നെയാണ്. പക്ഷെ മിസ് കൊണ്ടുവന്ന ഓർഡറിലല്ലാന്നേ ഉള്ളൂ. പ്രശ്നമില്ല കേട്ടോ. അപ്പൊ അസിൻ, നമ്മൾ മെർക്കുറി എന്ന് എഴുതിയല്ലോ. ഇനി അടുത്ത ആരോ മാർക്കിൽ എന്ത് ഫില്ല് ചെയ്യണം? വീനസ് ഫില്ല് ചെയ്യണം. ക്ലിയർ? വെരി ഗുഡ് സാറ. സ്പെല്ലിംഗ് നോക്കാം കേട്ടോ. ഇനി ആർക്കാ പറയേണ്ട ഉത്തരം? ഇനി ഉത്തരം ഫസ്റ്റ് പറയേണ്ട ആൾ എന്ത് ചെയ്യണം അറിയോ? മിസ് 3, 2, 1 പറയുമ്പോ ക്യാമറ പൊത്തണം. ആരാദ്യം പൊത്താൻ നോക്കട്ടെ. 3, 2, 1. മുഹമ്മദ് റോനാക്കായി ഗസ്. മൊത്തം ഇരുട്ട്. എല്ലാവരുടെയും വീട്ടിൽ ഇരുട്ടായി പെട്ടെന്ന്. റോനാക്കേ ദാദാ, റോനാക്കേ. ഓ, ക്യാമറ മൊത്തം പറഞ്ഞപ്പോ എന്തൊരു ഉഷാറാ റോനാക്കേ. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? പറഞ്ഞു. ബാക്കിയുള്ളവർ എഴുതണം കേട്ടോ ഒന്നൊന്നായിട്ട്. പറഞ്ഞു റോനാക്ക്. ഉറപ്പാ? എന്നാ 3, 2, 1 പറയും. നോക്കാം. 3, 2, 1. കറക്റ്റ് ആൻസർ. സോ റോനാക്ക് നമ്മൾ ആദ്യം പറഞ്ഞു മെർക്കുറി, പിന്നെ പറഞ്ഞു വീനസ്, പിന്നെ പറഞ്ഞു ദി എർത്ത്. ഇനി ആരായിരിക്കും? ഹൂസ് നെക്സ്റ്റ്? ആരാ പറയാൻ പോകുന്നത്? ഹു വാണ്ട്സ് ടു സേ ദി നെക്സ്റ്റ്? വെരി ഗുഡ് ആലാബ്. നിവിൻ കൃഷ്ണ. ക്യാമറ ഓഫ് ആണെങ്കിലും ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അവിടെ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ ചോദിക്കട്ടെ. നിവിനെ അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാം. തൊട്ടിട്ട് അൺമ്യൂട്ട് ചെയ്യാം. എനിക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാണ്ട്, എന്തിനാ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ? അപ്പൊ ഓണാക്കാൻ അറിയാലേ നിനക്ക്? ഞാൻ ഇത്ര നേരം വിളിച്ചിട്ട് നീ ഓണാക്കിയില്ലല്ലോ. ഞാൻ പോവായി ക്ലാസ്സിൽ. ഇനി ഏത് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്റെ ക്രൂരമായ മുഖം ഓർമ്മയിൽ വരണം നിനക്ക് കേട്ടോ. നിവിനെ എന്നാ പറയൂ, ഏതായിരിക്കും അടുത്തത്? ഉറപ്പാ? 3, 2, 1 പറയൂ. ഭയങ്കര സ്പീഡാണല്ലോ. ചോക്ലേറ്റിന്റെ പേരുള്ള പ്ലാനറ്റ് അല്ലേ? വെറുതെ അല്ല നിവിൻ വേഗം ക്യാമറ ഓൺ ചെയ്ത് വന്നു. ഓ, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് ഫൈനലി നിവിന്റെ സ്വന്തം മാർസ്. നിവിൻ ഇനി ക്യാമറ ഓഫ് ആക്കാൻ പറ്റില്ല, നീ പെട്ടു കേട്ടോ. ശരി. അപ്പൊ എട്ടിന് ക്യാമറ ഓഫ് ആക്കിയോ? ക്യാമറ ഓൺ ആക്കും മോനെ. വേഗം 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 വേഗം. ഇനി ഏതായിരിക്കും അടുത്തത്? വെറും 4 ബാക്കിയുള്ളൂ. ഹൂ വിൽ ബി ദി നെക്സ്റ്റ്? അവസരം കിട്ടാത്തവർക്ക് അവസരം കൊടുക്കാം.
ഇത്തവണ ആർക്കാന്നറിയോ ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തരാൻ പോകുന്നേ? സാറ് പറയുന്നു സാറയ്ക്ക് കൊടുക്കണം. ശരി, എന്നാ സാറയ്ക്ക് തന്നെ കൊടുക്ക. ഹായ് സാറ. കുറച്ച് വിഷമത്തിലാണ്. ക്യാമറ ഓഫ് ചെയ്തിരുന്ന നിവിനെ വരെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. ആണോ സാറ കുട്ടി? എനി ഐഡിയ ഏതായിരിക്കും അടുത്തത്? പറഞ്ഞോളൂ. ആരാ അവിടെ ബഹളം വെക്കണേ കൊച്ചിന്റെ അടുത്ത് പഠിക്കാൻ സമ്മതിക്കാണ്ട്? പറഞ്ഞോ, ഗസ് പറയൂ. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? മ്യൂട്ട് ചെയ്തിട്ട് പറയരുത്, അൺമ്യൂട്ട് ചെയ്യടാ. തൊടു. പറയൂ. നോക്കാം നമുക്ക്. ജൂപ്പിറ്റർ കറക്റ്റ് ആൻസർ. പക്ഷെ ഓർഡർ ശരിയാണോന്ന് വെറുതെ ഒരു ഗെയിം അല്ലേ. 3, 2, 1 പറയും. എടാ മോനെ, ലോട്ടറി അടിച്ചല്ലോ. അപ്പൊ ഫസ്റ്റ് വൺ ഏതായിരുന്നു മോനെ? സാറ മെർക്കുറി അല്ലേ? സെക്കൻഡ് വൺ വാസ് ദി വീനസ്. നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്? അത് എന്നെ നോക്കിയിരിക്കാണോ? ഫില്ല് ചെയ്തേ. മോനോടല്ലടാ, ബാക്കിയുള്ളവരോടാ. മെർക്കുറി, വീനസ്, പിന്നെ ആരായിരുന്നു പറയൂ? ദി എർത്ത്, നമ്മുടെ സ്വന്തം ഭൂമി. ദെൻ മാർസ് വന്നു. ഇപ്പൊ എന്റെ മോൻ പറഞ്ഞു ജുപ്പിറ്റർ അല്ലേ? വെരി ഗുഡ്. ഇനി ആരാ? ഹൂ വിൽ ബി ദി നെക്സ്റ്റ്? ആർക്കാ പറയണ്ടേ? എഡ്ന കുട്ടി പറഞ്ഞല്ലേ? ഏഞ്ചലീനക്ക് പിന്നെയും പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്തിട്ട് പിന്നെ വരാട്ടാ. സംശയമാണോ ഏഞ്ചലീന? ഡു യു ഹാവ് എനി ഡൗട്ട്? നോ റൈറ്റ്. ഇതിൽ ഡൗട്ട് വരാനില്ലല്ലോ. ഓക്കെ ഫൈൻ. ആദിദേവിന് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ. ഹായ് ആദിദേവ്. അഷറിന് ഡൗട്ട് ആണോ മോനെ, അതോ പറയാൻ വേണ്ടിട്ടാണോ? ഉത്തരം പറയാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഞാൻ വരാട്ടാ. ആദിദേവ് അൺമ്യൂട്ട് സ്പീഡ് അപ്പ്. വേഗം പറയൂ. എനി ഗസ് അടുത്തത് ഏതായിരിക്കും? അടുത്ത പ്ലാൻ ഏതായിരിക്കും? ഗസ് ഉണ്ടോ? നോ റെസ്പോൺസ്. ആദിദേവ് ഇസ് നോട്ട് റെസ്പോണ്ടിങ്. കുട്ടാ, ഇങ്ങനെ ആയാല് ഓൺലൈൻ ക്ലാസ് ആണ്. മിസ് ഇത്ര വിളിച്ചിട്ടും മക്കള് മിണ്ടിയില്ലെങ്കിലും മിസ്സിന് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കേട്ടാ. നിങ്ങൾക്ക് ഡൗട്ട് മിസ്സിന് മനസ്സിലാവില്ല. ഇവാനിയ, അമേയ, ആരാധ്യ പിന്നെ ഓൾറെഡി ക്ലാസ്സിൽ ഉണ്ടായതാ, ആൻഡ് ആലാപ്. ഓക്കെ. ആദിദേവ് എന്തേ പോയാ? ക്യാമറ ഓൺ ചെയ്താ? ഇല്ല. ശരി. അഷർ പറഞ്ഞോ. അഷർ ഏതായിരിക്കും അടുത്തത്? ഉറപ്പാ? സാറ്റേൺ ആണെന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. 3, 2, 1 പറയൂ. 3, 2, 1. സ്വന്തമായിട്ട് റിംഗ് ഒക്കെ ഉള്ള സാറ്റേൺ കറക്റ്റ് ആണ് കേട്ടോ. സ്വന്തമായിട്ട് റിംഗ് ഒക്കെ ഉണ്ടല്ലേ. എഡ്ന ഒന്ന് ഓർഡർ പറഞ്ഞ ഇതുവരെ ഉള്ളത് കേക്കട്ടെ മിസ്. മെർക്കുറി. പിന്നെ എടാ എല്ലാരും ഫില്ല് ചെയ്യുന്നുണ്ടോ? പാരന്റ്സ് നോക്കണേ, അവര് ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഓരോന്നും പേരുകൾ. ഓക്കെ. അഷറേ പറഞ്ഞേടാ. മെർക്കുറി. എടാ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാത്ത ചലച്ചിത്രം പോലെ ആവൂട്ടാ. ആരാ? വീനസ്. ഓക്കെ, വീനസ്. ഓക്കെ, എർത്ത്. ചോക്ലേറ്റ്. കൊച്ചു സ്റ്റക്കായതല്ലേ? അക്ഷരേ നീ സ്റ്റക്കായി കേട്ടോ. എന്നാ ആരോടാ പറയിപ്പിക്ക? ഇതുവരെ ഒന്നും മിണ്ടാത്ത ചിലരുണ്ട് ഇവിടെ. ആരാ അത്? ആദിശ്രീ. ഒളിച്ചിരിക്കുവാ. പറഞ്ഞേ ബാക്കി. അൺമ്യൂട്ട് ചെയ്യാ ആദ്യം. തൊടു. റിക്വസ്റ്റ് തൊടു. മൈക്ക് തൊട്ടിട്ട് അങ്ങനെ തന്നെ. ചോക്ലേറ്റിന്റെ പേരല്ലേ? മാർസ്. പിന്നാരാ? ജുപ്പിറ്റർ. Then
Saturn. വെരി ഗുഡ്. സ്വന്തമായിട്ട് റിംഗ് ഉള്ള സാറ്റേൺ. ബാക്കി പറയണ്ട, ബാക്കി ഗസ് ചെയ്യാൻ പോണേ ഉള്ളൂ നമ്മള്. 2, 4, 6 എണ്ണമായി. 2 അവസരമേ ഉള്ളൂ. ആർക്കാ വേണ്ടേ? ഹു വോണ്ട്സ് ടു സേ ദി ആൻസർ നെക്സ്റ്റ്? മിസ് നോക്കട്ടെ, മിസ് ഒന്ന് അനലൈസ് ചെയ്യട്ടെ. ഉത്തരം പറയാത്തവർക്ക് അവസരം കൊടുക്കട്ടെ. ഇവിടെ അടിപിടി വെക്കരുത്. മിസ് ഒരു അവസരം കൊടുക്കട്ടെ എല്ലാവർക്കും. ആർക്ക് കൊടുക്കും സാറിന്റെ? ഫാത്തിമ ഷഹാന. ഫാത്തിമ കുട്ടി കിട്ടിയിരിക്കുന്ന അവസരം ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? പോരട്ടെ, ഫാത്തിമ പറഞ്ഞോളൂ. ഫാത്തിമ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കാര്യമായിട്ട്. ഹായ് ഫാത്തിമ, പറയൂ ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? നോക്കാതെ പറയണം കേട്ടോ. കൊച്ചാലോചിക്ക. ഈശ്വര, ഈ 6 മാത്രമേ എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. ഏതാ ഓർമ്മ വരുന്നില്ല? സാരില്ല, പോട്ടെ. ഓർമ്മ വരുന്നില്ല, പ്രശ്നമില്ല. മിസ് പഠിപ്പിച്ചുതരാം കേട്ടോ. കൊച്ചിന് ഓർമ്മ വരുന്നില്ല, എന്നാ വേറൊരാളെ വിളിക്കാം. Who is going to say the next? അമേയ. ക്യാമറ ഓൺ ചെയ്തോ അമേയ? ഫൈനലി. എവിടെയായിരുന്നു ഇത്ര നേരം ക്യാമറ ഓഫ് ചെയ്തിട്ട്? പറഞ്ഞേ മിസ്സിനോട്. മോനെ, ക്ലാസ്സിൽ ക്യാമറ ഓഫ് ചെയ്തിരിക്കരുത് കേട്ടോ. ഓക്കെ, നല്ല കുട്ടിയായിട്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ഇവിടെ ജോയിൻ ചെയ്താൽ എപ്പോഴും ക്യാമറ ഓൺ ചെയ്തിരിക്കാം. മിസ് മാത്രമേ കാണൂ, വേറെ ആരും പരസ്പരം കാണുന്നില്ല. അമ്മയ്ക്ക് ഈ ക്ലാസ്സിൽ മിസ് ഇത്രയും ആൾക്കാരുടെ പേര് വിളിച്ചു. ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാ? ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ മിസ്സിന് മോനെ കാണാം, പക്ഷെ മോന് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇച്ചിരി മേക്കപ്പ് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, കുളിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങ് ക്യാമറ ഓൺ ചെയ്തിരുന്നു കേട്ടോ. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? ഒന്ന് ഗസ് ചെയ്തേ, കേക്കട്ടെ മിസ്. അൺമ്യൂട്ട് ചെയ്യും. കറക്റ്റ് ആണ് കേട്ടോ അലാബേ. അമ്മയെക്കുട്ടി അൺമ്യൂട്ട്. ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ തൊടു. അൺമ്യൂട്ട് ചെയ്യൂ. അങ്ങനെ തന്നെ പറഞ്ഞോ. ഗസ് ഉണ്ടോ? വേഗം പറ, സ്പീഡാക്കണം. ഇല്ല, ഓർമ്മ വരുന്നില്ല. ശരി, അങ്ങനെയാണ് ഏഞ്ചലിനെ കൂടി കുറെ നേരം എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഈ ഓർമ്മയില്ലാത്തവരെ വിളിച്ചോണ്ടിരിക്കല്ല, എന്നെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് ഏഞ്ചലിൻ. പറയുന്ന വേഗം. ഉറപ്പാ? ഉറപ്പാണോ? എന്നാ 3, 2, 1 പറയൂ. 3, 2, 1. ശരി, ആർക്ക് ഓർഡറിലെല്ലാം പറയണ്ടേ? മെർക്കുറി. നെക്സ്റ്റ് സർ, ഒരാളെ വിളിച്ചോ. മുഹമ്മദ്. ഓക്കെ, റോനാക്കെ എല്ലാം ഓർഡറിൽ പറഞ്ഞോ. മെർക്കുറി, നീ പെട്ടു കേട്ടോ. മെർക്കുറി. ഓക്കെ, വീനസ്. എർത്ത്. ചോക്ലേറ്റ് മറന്നൂടാ. മാർസ്. ജുപ്പിറ്റർ. സ്വന്തമായിട്ട് റിംഗ് ഒക്കെ ഉള്ള ആളുണ്ട്. അതാരാ? ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഒരാളും കൂടി ഉള്ളൂ. ആരാന്ന് നോക്കാം. റോനാക്ക്, you can mute right now. Who wants to say the answer next? The last one. Arushi. Hi Arushi. നിവിനെ, നീ ഫിൽ ചെയ്ത 8 എണ്ണം. ഹായ് ആരുഷി, പറഞ്ഞോടാ ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? 7 എണ്ണം കഴിഞ്ഞു, ഒരാള് ബാക്കിയുണ്ട്. വേഗായിക്കോട്ടെ. ഹാദി, മൂണൊരു പ്ലാനറ്റ് അല്ലടാ, എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ് ആണ് കുട്ടാ ഹാദി, മൂൺ കേട്ടോ. ഓക്കെ, നമ്മുടെ ആരുഷി എന്താ പറഞ്ഞേ? ആരുഷി കുട്ടി നെപ്റ്റ്യൂണാ? എന്നാ 3, 2, 1 പറയൂ, മിസ് നോക്കട്ടെ. 3, 2, 1. correct answer, നെപ്റ്റ്യൂൺ. ഓക്കെ, ആരാ എല്ലാം പറയാൻ പോകുന്നേ? Who is the king of the class? Who is the king or the queen? ആരാ?
ഇവിടെ ആകെ കൺഫ്യൂഷനിൽ ആരെ വിളിക്കണത്. ഇത്ര നേരമായിട്ട് എന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാം. മിസ്സേ ഇതത്ര നല്ലതല്ല കേട്ടോ. അങ്ങനെ പണക്കാരെങ്കിലും ഉണ്ടോ? ഇവാനിയുടെ മുഖം കണ്ടിട്ട് മിസ് നോക്കിക്കോ. ലാസ്റ്റ് 10 എത്ര മാർക്ക് മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് നിൽക്കുമ്പോ ഞാൻ 10 0 ഇടായിരിക്കുക ആണോടാ? എന്നാ പറയൂ, ഒന്ന് ഓർഡറിൽ പറഞ്ഞല്ല മിസ് എഴുതാം. മെർക്കുറി വേഗം വേഗം പറഞ്ഞു. Mercury, ഓക്കെ Venus, ഓക്കെ Earth, ഓക്കെ Mars, Jupiter, Saturn, ഓക്കെ Uranus, ഓക്കെ. Neptune. ഒന്ന് എണ്ണി നോക്കി 8 ആയോന്ന്? ആയോ? 1 2 3 4 5 6 7 8. വെൽ ഡൺ. സോ പുറത്താക്കിയ പ്ലൂട്ടോനെ കണ്ടില്ലാന്ന് വേണ്ട, ദേ ഇരിക്കണു കുറുമ്പ് കാണിച്ചപ്പോ നമ്മൾ പ്ലാനറ്റിൽ നിന്ന് പുറത്താക്കിയ പ്ലൂട്ടോ. എഴുതണ്ട ആരും കേട്ടോ, ആരും എഴുതല്ലേ. പ്ലൂട്ടോ ഈസ് നോ മോർ എ പ്ലാനറ്റ്. ഓക്കെ, പ്ലൂട്ടോ ഈസ് നോ മോർ എ പ്ലാനറ്റ്. കുറുമ്പ് കാണിച്ചപ്പോ പുറത്താക്കി. ദാറ്റ് ഈസ് ദ തിങ്. സോ ഇറ്റ്സ് ഓൾറെഡി 7:31 അല്ലെ? ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും നമ്മുടെ സെലസ്റ്റിയൽ പ്ലാനറ്റിലെ സ്റ്റാർസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ എൻ്റെ മക്കൾ ഇവിടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അതൊക്കെ പഠിക്കും. ഓക്കെ, സോ ബിഫോർ ലീവിംഗ് ദി സെഷൻ പ്ലീസ് ഗിവ് മീ എ മാർക്ക്. ഓക്കെ, ഔട്ട് ഓഫ് 10. ആൻഡ് ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം. സ്ലൈഡ്സ് വേണമെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം. മിസ് പോകുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയെങ്കിൽ മാത്രം, താങ്ക് യു അസീം, മാത്രം ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഹാദി. Okay, so anyone have any doubt? Ashar, do you want to say something? Ashar? Okay. Thank you Ashbil. Thank you Ivania. So, thank you Edna Kuti. Okay Sarah. Yes Ashar, what is your doubt? ചോദിച്ചോളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. സ്റ്റേ ബാക്ക് ചെയ്യാം. ഡൗട്ട് തീരണ വരെ മിസ് ഇവിടെ ഉണ്ടായിരിക്കും. Others can leave the session കാരണം it's already our time. Okay? Yeah. Hi Ashar. Ashar ചോദിച്ചോടാ, what is your doubt? Any doubts? Doubt ഉള്ളതുകൊണ്ടാണോ ഹാൻഡ് റൈസ് ചെയ്തത്? Anyone have any doubt? കേട്ടില്ല? ചോദിക്ക് വേഗാവട്ടെ. ഈ യുറാനസിന് വട്ടത്തിൽ കറങ്ങുന്ന റിംഗ് ഇല്ലേ? യുറാനസിന് സാറ്റേണിന് അല്ലേ? സാറ്റേണിന്റെ കാര്യമാണോ ചോദിക്കുന്നേ? അതോ യുറാനസിനും റിംഗ് ഇല്ലേ മിസ്സേ എന്ന് ഡൗട്ട് ചോദിച്ചതാണോ? അതോ മിസ് കാണിച്ച സാറ്റേണിന്റെ റിംഗിനെ കുറിച്ചാണോ ചോദിക്കുന്നേ? യുറാനസിനും റിംഗ് ഇല്ലേന്ന് ഉണ്ട് കേട്ടോ. അതാണോ ഡൗട്ട് ആയത്? പക്ഷേ അതിന്റെ റിംഗ്സ് ഭയങ്കര ഫെയിന്റാ, ഡാർക്കുവാ, അങ്ങനെ വിസിബിൾ അല്ല സാറ്റേണിന്റെ അത്ര കേട്ടോ. കേട്ടോ, യുറാനസിന് ചുറ്റുമുള്ള റിംഗ്സ് ഡാർക്ക് ആണ്, ഫെയിന്റ് ആണ്. ഫെയിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാണാത്ത പോലത്തെ സാധനം. സാറ്റേണിന്റെ പോലെ ബ്രൈറ്റ് അല്ല കേട്ടോ. അക്ഷരേ ക്ലിയർ? ക്ലിയർ ഡാ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്. ഹാ ജോയലെ, വാട്ട് ഈസ് യുവർ ഡൗട്ട് ജോയൽ? താങ്ക് യു. എല്ലാവരുടെയും ഇത് മിസ് കാണുന്നുണ്ട് കേട്ടാ. ചോദിച്ചോടാ. ഞാൻ ക്ലാസ്സിൽ കേറിയതാ, ഇൻവൈറ്റ് ചെയ്തതാ. എന്താ കൂട്ടാ മനസ്സിലായില്ല മിസ്സിന്? ഞാൻ ക്ലാസ്സിൽ ഇൻവൈറ്റ് ചെയ്തതാ. എനിക്ക് ഈ ടൈം ടേബിൾ പോലെ അല്ല ക്ലാസ് നടക്കുന്നേ. ജോയൽ റൈറ്റ്? ഓക്കെ. സോ മോനെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ക്ലാസ് ടീച്ചർ ഏത് ടീച്ചറാ? വിജയ് ടീച്ചർ. വിജി ആണല്ലേ?
അപ്പൊ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ആ ടീച്ചർ പറയുന്നതനുസരിച്ച് ജോയിന് ക്ലാസ്സിൽ കയറുന്നില്ല എന്നാ പറയുന്നത്. ആ മോൻ ഇപ്പോഴും ട്രയൽ ക്ലാസ്സിലാണ് ഐ ഗസ് കേട്ടോ. എവിടെയോ ഒരു റൂട്ട് കറക്റ്റ് ആവാനുണ്ട്. മോന്റെ പേരും ഇവിടെ വരുന്നത് വേറെ രീതിയിലാ, ഫർഹാന സുധീർ. അപ്പൊ മോനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുണ്ടാവില്ല മേ ബി കേട്ടോ. ഫർഹാന സുധീർ എന്ന പേര് വരുന്നേ, അതൊന്ന് ഇൻഫോം ചെയ്യോ മോനെ? വിളിക്കുന്ന ആ ടീച്ചറിനെ ഒന്ന് തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുക, എന്നെ ക്ലാസ്സിൽ കാണുന്നത് ശ്വേതാ മിസ് പറഞ്ഞു ഫർഹാന സുധീർ എന്നാണ്. അപ്പൊ മേ ബി മോനെ ഫൈൻഡ് ചെയ്യാൻ ടഫ് ആവുന്നുണ്ടാവും. മോന്റെ റോൾ നമ്പർ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് 78158 ആ. അപ്പൊ ഇങ്ങനെ ആ പേര് ക്ലാസ്സിൽ കാണിക്കുന്നത് അതുകൊണ്ടാണോന്ന് അറിയില്ല. എന്തെങ്കിലും ഇഷ്യൂ സോർട്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും മോൻ പേയ്മെന്റ് ചെയ്ത് റെഗുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോ ജോയലെ? ചെയ്തു. ഓക്കെ. അപ്പൊ റൂട്ട് ഒന്നുകൂടി ക്ലിയർ ആവാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും അതൊന്ന് സെറ്റ് ആക്കുക കേട്ടാ. പേടിക്കണ്ട, മിസ്സായ ക്ലാസ്സിനൊക്കെ റെക്കോർഡഡ് ലിങ്ക് വാങ്ങിയാൽ മതി ക്ലാസ് ടീച്ചറിൽ നിന്ന് കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിന്റെ ഇടയിലാണെങ്കിലേ, ചാപ്റ്റർ തുടങ്ങിയിട്ട് കുറെ നാളെ മോൻ ട്രയൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു നമ്മളിവിടെ. അപ്പൊ എന്തായാലും മോന് കുറച്ച് ക്ലാസ് മിസ്സാവും. അപ്പൊ അതിന് റെക്കോർഡഡ് ലിങ്ക് തരും, പ്രശ്നമില്ല. പഠിച്ചാൽ മതി, ഒന്ന് എഫേർട്ട് ഇട്ടിട്ട് സ്വന്തമായിട്ട് ഇരുന്നിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം, പക്ഷെ ക്ലാസ് കാണണം. ഓക്കെ. സോ മോനെ ഒന്ന് ആ ടീച്ചറെ തിരിച്ചു വിളിച്ചിട്ട് ജോയലിന്റെ കാര്യം പറയൂ കേട്ടോ. ശരി ശരി, ഓക്കെടാ. ഓക്കെ. ഇനി ആർക്കാ ഡൗട്ട്? ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാട്ടോ, ടൈം ആയി. ആ ചോദിച്ചോടാ റോനാക്കെ, വാട്ട് ഇസ് യുവർ ഡൗട്ട്? ഉണ്ട്. അത് ഓരോ പാർട്ടിക്കിൾസ്, സ്പേസിലുള്ള പല പല പാർട്ടിക്കിൾസ് ആവാം, എയർ ആവാം, പിന്നെ പല സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ റിങ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. സോ പറഞ്ഞോ. അഷറിനെ ഓൾറെഡി ക്ലിയർ ചെയ്തു ഐ ഗസ് അല്ലെ? അഷറിന് സ്റ്റിൽ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കണം, ഇല്ലെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്യണം. വാട്ട് അബൌട്ട് അതേഴ്സ്? Okay, you can hand down then. Okay, Hadi, what is your doubt, Hadi? Adidev? Ah. കേട്ടില്ല മിസ്. എന്നും ഈ ടൈമിലാണോ ക്ലാസ് ഉണ്ടാവാന്നാണോ? ആ അതെ, സമയം കൂടെ അറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് തീരുമാനിക്കാൻ അല്ലേ ഹാദി? ഓക്കെ. ഹൂ നെക്സ്റ്റ്? ആർക്കാ ഇനി ഡൗട്ട് ഉള്ളത്? ഹായ് ഹാദി, അല്ല ഹായ്. ആർക്കാ ഡൗട്ട് ഉള്ളത് പറയൂ. നോ വൺ ഹാവ് എനി ഡൗട്ട് ഐ ഗസ്. ആദിശ്രീന്റെ എല്ലാം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. അമയ, മുഹമ്മദ് റോനാഖ് സർ, സൂര്യനാഥ് എല്ലാം സെറ്റ് അല്ലേ? ആരുഷി എല്ലാം സെറ്റ് അല്ലേ? ആരുഷി സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. ആദിദേവ്, ഐ കോൾഡ് യു സോ മെനി ടൈംസ്, പക്ഷെ മിസ്സിനെ കാണാൻ പറ്റിയിട്ടില്ല. ആൻഡ് ആരാധ്യ ഓൾറെഡി മിസ്സിന്റെ ക്ലാസ് മുന്നേ കണ്ടതാ. ആരുഷി ഓൾ സെറ്റ് ഐ ഗസ്. ആദിശ്രീ ഓക്കെ. സോ നോ വൺ ഈസ് ഹിയർ. അമേയ, അടുത്ത ക്ലാസ് തൊട്ട് ആദ്യമേ ക്യാമറ ഓൺ ചെയ്യാ. ഓക്കെ ശരി. അപ്പോ ആർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്.